Hi all, how are you? Hope everybody going good. Okay, so we started this chapter posture. Okay, we already discussed the static and dynamic posture and postural control. Okay, we completed the static and dynamic posture and the postural control. Next, we are going to move on the topic discussion about the kinetics and kinematic of posture and ideal posture analysis of a posture. Okay, ഇപ്പോൾ കൈനമാറ്റിക്സും ആൻഡ് കൈനമാറ്റിക്സും ഉണ്ട്. കൈനമാറ്റിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതിന് പുറമെ ഒരു നോർമൽ പോസ്ചറുണ്ട്. എങ്ങനെയാണ് ആ പോസ്ചറിൻ്റെ അനലൈസിസും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ആക്റ്റീവ് പോസ്ചർ ഇനാക്റ്റീവ് പോസ്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പോസ്ചേഴ്സ് ഡിസ്കസ് ചെയ്തു. ആൻഡ് പോസ്ചറൽ കൺട്രോൾ ഓൾസോ. ദെൻ we deeply discussed about the muscle synergies or strategies and hip synergy, angle synergy. Then the what is angle synergy and hip angle synergy. Then hip synergy. Then after the stepping synergy. Then head stabilization strategy and the muscles which are working during angle strategies and hip strategies. Okay, these are completed in the last two sessions. Okay, in this session we are going to discussing about the kinetics and kinematics of posture and the ideal posture. Okay, the muscles as stated is described in the response perturbation are for example of active internal forces employed to counteract external forces. Okay, the muscle strategies described in response to perturbation are examples of active internal forces employed the control and external forces. അപ്പോൾ നമ്മളിപ്പോൾ മസിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. The muscle strategies which mean the response of the muscles which works inside the body and that affect the equilibrium and stability of the body in erect standing posture. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, ഔട്ടർ മീൻസ് എക്സ്റ്റേണൽ ഫോഴ്സിനും ഇൻറ്റേർണൽ ഫോഴ്സിനെയും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിക്കുന്ന ആരാണ്. ഇപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സായിട്ടുള്ള ഗ്രാവിറ്റി, ഇനേഷ്യ ഗ്രാവിറ്റി ആൻഡ് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സസ്, അങ്ങനത്തെ ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ ആ ഫോഴ്സും പിന്നെ ഇൻറ്റേർണലിലെ മസിൽസ് ഫോഴ്സും ഈക്വലായി നിൽക്കുമ്പോൾ മാത്രം ഒരു പോസ്ചർ എന്തായിരിക്കും, ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ബോഡി ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യും. സപ്പോസ് ദ ഗ്രൗണ്ട് എക്സ്റ്റേണൽ ഫോഴ്സസ് കൂടുന്നതാണെങ്കിൽ നമുക്ക് ഫോൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ് ഇംബാലൻസ് വരുന്നുണ്ടെങ്കിൽ ഈ പോസ്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ദ ഇൻറ്റേർണൽ ഫോഴ്സസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി muscle activity and passive tension in ligaments, tendons, joint, capsule and other soft tissues, and the sum of all external and internal forces and the torque acting on the body each segment must be equal to 0 for body to be equilibrium. That is internal force and external forces എന്താണ്, or sum of the internal forces and external forces should be equal. എന്നാൽ മാത്രമേ ഉണ്ടാവൂ പോസ്ചർ ഈക്വിലിബ്രിയത്തിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള കുറച്ച് ഫോഴ്സസും കാര്യങ്ങളാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ inertial and gravitational force. Inertia already we know what is inertia. Okay, in the optimal erect posture there will be little or no acceleration of the body occurs. There may be ചിലപ്പോൾ സപ്പോസ് എന്താണ് ചെറിയൊരു ആക്സിലറേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഒരു ആക്സിലറേഷൻ ഉണ്ടാവില്ല, ബോഡി എറക്റ്റ് പൊസിഷനിലാണെന്നുണ്ടാവും. ബിക്കോസ് എന്താണ് എക്സെപ്റ്റ് ദാറ്റ് ബോഡി അണ്ടർഗോസ് എ കോൺസ്റ്റൻറ്റ് സ്വേയിങ് മോഷൻ കോൾഡ് പോസ്ചറൽ സ്വേ ഓർ സ്വേ എൻവലപ്പ്. മീൻസ് എന്താണ് നമ്മളിപ്പോൾ ഓൾറെഡി എന്താണ് പറഞ്ഞു, ഇനേഷ്യ എന്ന് പറയുന്നത് എന്താണ്, ഇനേഷ്യ ഓൾറെഡി അറിയില്ലേ എന്താണ്, സഡൻ മൂവ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഇനേഷ്യൽ മൂവ്മെൻറ്റിന് ലിറ്റിൽ ഓർ നമ്മൾ ബോഡി പോസ്ചർ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു ആക്സിലറേഷൻ ഉണ്ടാവാം, അതായത് ടെൻഡൻസി ഇങ്ങോട്ടേക്ക് ഒരു സ്വേ ഉള്ള ടെൻഡൻസി ഉണ്ടാകും. ഇല്ലെങ്കിൽ എന്താണ് ദർ ഈസ് നോ ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ എന്താണ്, നമ്മളെ ബോഡി ചിലപ്പോൾ ഒരു ലിറ്റിൽ സ്വേ ചെയ്യുന്നുണ്ടാവും, നമ്മൾ അറിയാണ്ട് പോലെ ചെറിയൊരു സ്വേയിങ് ഉണ്ടാവും. ആ സ്വേനെ പറയുന്നതാണ് പോസ്ചറൽ സ്വേ ഓർ സ്വേ എൻവലപ്പ് എന്ന് പറയുന്നത്. Then the ground reaction force ഓൾറെഡി നിങ്ങൾക്ക് അറിയില്ലേ എന്താണ് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ്. നമ്മൾ പേഴ്സൺ ഓൺ എന്താണ് ഗ്രാവിറ്റി മീൻസ് എന്താണ് എ പേഴ്സൺ ഹൂ സ്റ്റാൻഡിങ് ഓൺ എ ഫ്ലോർ ദാറ്റ് ടൈം എന്താണ് അതർ പേഴ്സൺ ക്രിയേറ്റ് എ ഫോഴ്സ് ടുവേർഡ്സ് ദി എർത്ത് അല്ലേ.
എർത്ത് അതിൻ്റെ റിയാക്ഷൻ ഫോഴ്സ് ആയിട്ട് ഗ്രൗണ്ടിൽ നിന്ന് എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്, അതാണ് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ്. ദ ബോഡി contact the ground pushes back on the body. Okay, this force is known as ground reaction force, that already you know. In vector the vector representing it is known as a ground reaction force vector. Ground reaction force vector ആയിട്ടാണ് ഇതിനെ represent ചെയ്യുന്നത്. The ground reaction force is a resultant force that represent the magnitude and direction of loading applied one or both feet. അല്ല, ground reaction force എന്താണ്? is a direction of loading applied to one or both feet. രണ്ട് കാലോ അല്ലെങ്കിൽ ഒരു ഫീറ്റിലേക്കോ ഓപ്പോസിറ്റിലേക്ക് പോകുന്ന റിസൾട്ടൻ്റ് ഫോഴ്സാണ് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ്. ഓക്കെ, ദെൻ ദ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് ടിപ്പിക്കലി ഡിസ്ക്രൈബ്ഡ് ആസ് എ 3 കമ്പോണൻറ്റ്. നമുക്ക് 3 കമ്പോണൻ്റ് ആയിട്ട് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്ന് വേർട്ടിക്കൽ ആൻഡ് ഇറ്റ്സ് എ വൈ ആക്സിസ്, പിന്നെ 2 ഹൊറിസോണ്ടൽ ഉണ്ട്. 2 ഹൊറിസോണ്ടലുണ്ട്, എക്സും സെഡും. വേർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ഇൻഫീരിയർ ഡയറക്ഷനിലേക്ക്. ദെൻ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്, ഹൊറിസോണ്ടലിൻ്റെ അകത്ത് ഒന്ന് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്, ദാറ്റ് ഈസ് റണ്ണിങ് മീഡിയൽ ടു ലാറ്ററൽ. ദെൻ ദി അതർ ഈസ് ഹൊറിസോണ്ടൽ ഈസ് ദി സെഡ് ആക്സിസ്. സെഡ് ആക്സിസ് എന്താണ്? ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? റിസൾട്ടൻ്റ് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സസ്. അപ്പോൾ 3 കമ്പോണൻ്റാണ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഓക്കെ, ദ റിസൾട്ടൻ്റ് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് വെക്ടർ ഈസ് ഈക്വൽ in magnitude but opposite direction to the gravitational force in erect standing posture. അതായത് നമ്മളെന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ നേരെ ഈക്വൽ മാഗ്നിറ്റ്യൂഡിനായിരിക്കും ഏതുണ്ടാവുക? ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ അതുണ്ടായാലും മാത്രമേ എന്താണുള്ളൂ? ബോഡി ഇറക്റ്റ് പോസ്ചറിൽ നിൽക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് വെക്ടർ ഇൻഡിക്കേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ലോഡിങ് അപ്ലൈഡിങ് ടു ദ ഫുട്ട്. നമ്മുടെ ഫുട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്രത്തോളം ലോഡ് പോകുന്നുണ്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ, അതേ മാഗ്നിറ്റ്യൂഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ മാഗ്നിറ്റ്യൂഡാണ് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സിൻ്റെ വെക്ടർ. ഓക്കെ, പിന്നെ അതിനകത്ത് നമ്മൾ എന്താണെന്ന് പറയുന്നത് ദ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ്. അതായത് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സിന് വെക്ടർ അപ്ലൈ ചെയ്യുന്ന പോയിൻ്റ്, ആ പോയിൻറ്റിന് പറയുന്ന പേരാണ് ദ സെൻറ്റർ ഓഫ് pressure, COP, the point of application of ground reaction force. Okay, ഇത് യൂണിലാറ്ററൽ സ്റ്റാൻസിലാണെങ്കിൽ located in the foot, and in bilateral സ്റ്റാൻസിലാണെങ്കിൽ it will be എന്താണ്, always stand in between feet in bilateral stance. ഓക്കെ, bilateral സ്റ്റാൻസിലാണ് 2 ഫീറ്റിൻ്റെ ഇൻ ബിറ്റ്വീനിലാണ് ഈ സെൻറ്റർ ഓഫ് പ്രഷർ ഉണ്ടാവുക. ഓക്കെ, then the ground reaction force and the line of gravity have coincident action lines in static erect posture. അപ്പോൾ coincident action lines എന്ന് പറയുന്നത് the coincident action lines formed by the ground reaction force vector and the line of gravity serve as a reference for the analysis of the erect these four. അപ്പോൾ coincidence lines എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് in this picture you can see a red line which is marked in the top to bottom. Okay, it is located of the combined coincident lines എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സും പിന്നെ ലൈൻ ഓഫ് ഗ്രാവിറ്റി എന്നാണ് ഒരേപോലെ കോർഡിനേറ്റഡ് ആയിട്ട് ഒരു സിംഗിൾ ലൈനിലേക്കായിട്ടാണ് ഇത് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ലൈൻ ഓഫ് ഗ്രാവിറ്റി. ലൈൻ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് LOG, ഫ്രം ദി ഹെഡ് ടു ഫീറ്റ്, അല്ല, ഹെഡ് ടു ഫീറ്റ് മൂവ് ചെയ്യുന്നതാണ് ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി. ദിസ് ലൈൻ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദി ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് ബോത്ത് ആർ ട്രാവലിംഗ് ടുഗദർ. Okay, then the external and internal movements. External and internal movements എന്ന് പറയുന്നത് when the LOG passes directly through a joint axis, no external gravitation torque is created around the joint. അപ്പോൾ ഒരു ജോയിൻറ്റ്, അപ്പോൾ ഇൻ ദിസ് പിക്ചർ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പാസ് ചെയ്യുന്ന ലൈൻ ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പാസ് ചെയ്യുന്ന ലൈനാണ് ഏത്? ലൈൻ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ജോയിൻ്റ് ആക്സിസിൽ കൂടിയാണ് ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, there will be no external gravitation torque is created around the joint. അവിടെ എന്താണ്, എക്സ്റ്റേണലി ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യില്ല. ഇപ്പോൾ സപ്പോസ് ദ LOG പാസസ് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്, ഒരു ജോയിൻറ്റിൻ്റെ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടാണ് ആ ലൈൻ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുന്നത്. there will be gravitational moment is created, അതായത് ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ the moment will causes rotation or superimposed segment and around that axis joint opposite the counterbalancing internal moment. അതിനകത്തുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇൻ ദിസ് പിക്ചർ അതിൻ്റെ ഡാർക്കഡ് ആയിട്ടുള്ള
എന്താണ് ലെഗിൻ്റെ ഒരു പിക്ചറാണ് അല്ലേ, ഡാർക്കഡ് ആയിട്ടുള്ള പിക്ചർ. അപ്പോൾ ഇതിനകത്ത് ഈ നീ ജോയിൻ്റ് എടുക്കണം. നീ ജോയിൻ്റ് എടുക്കുന്ന സമയത്ത് ദ ലൈൻ ഓഫ് ഗ്രാവിറ്റി, ദ ഡാർക്കഡ് ഡൗൺവേർഡ് ആരോഡ് മാർക്ക്, ഓക്കെ, ദാറ്റ് മാർക്ക് which is traveling anterior to the knee joint, okay, anterior to the knee joint, so that the anterior to the knee joint ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള സെഗ്മെൻറ്റ്, അതായത് നീ ജോയിൻ്റ് ആയിട്ട് റിലേറ്റ് ആയിട്ട് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഫീമർ ഓർ തൈ, തൈയിൽ നിന്നാണ് കയ്യും അല്ലെങ്കിൽ അപ്പർ സെഗ്മെൻറ്റ് എന്താണ് ആൻറ്റീരിയറിലോട്ട് മൂവ് ചെയ്യുന്ന ചാൻസ് കൂടുതലാണ്. സപ്പോസ് ലൈൻ എന്താണ് ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി ഈ ജോയിൻറ്റിൽ ത്രൂ പോകുകയാണെങ്കിൽ എന്താണ് അവിടെ ഒരു മൊമെൻറ്റും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സപ്പോസ് ഇത് ഒരു ജോയിൻറ്റിന് ആൻറ്റീരിയറിലോട്ട് പോകുന്നതാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ജോയിൻറ്റ് സെഗ്മെൻറ്റ്സ് എന്താണ് ആൻറ്റീരിയറിലോട്ടുള്ള മൂവ്മെൻറ്റിനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. സപ്പോസ് ദ ലൈൻ ഓഫ് ഗ്രാവിറ്റി which is traveling just posterior to the joint, so posterior to the joint ലേക്ക് പോകുകയാണെങ്കിൽ ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി എന്താണ് ഈ ജോയിൻറ്റിൻ്റെ പോസ്റ്റീരിയറിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ എന്താണ് കൈ ബട്ടൊക്കെ എന്താണ് എൻ്റെ സെഗ്മെൻറ്റ് പോസ്റ്റീരിയറിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ലൈൻ ഓഫ് ഗ്രാവിറ്റിയും മൂവ്മെൻറ്റും തമ്മിൽ റിലേഷൻ. The magnitude of the gravitational moment of forces increase as the distance between LOG and the joint. Suppose the line of joint axis നെ ഒരുപാട് ഡിസ്റ്റൻസിലൂടെയാണ് ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കൂടും, അടുത്താണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കുറയും. ഓക്കെ, if LOG is located anterior to the particular joint axis, the gravitational moment will tend to cause anterior motion of the proximal segment of the body supported by the joint. But already I told that then suppose if a line of gravity which is traveling anterior line of gravity just passing joint axis, the moment will be known as the proximal segment will tend to move ഇങ്ങനെയാണ് ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ സപ്പോസ് ഇതിനകത്ത് പിക്ചറിൽ നിങ്ങൾക്ക് കാണാം അവിടെ ടെൻഡൻസി ഉണ്ടാവുന്നേ പറയുന്നുള്ളൂ. ആ ടെൻഡൻസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നവരാണ് ഇൻറ്റേർണൽ മസിൽസ് ലിഗമെൻറ്റ്സ്. ടെൻഡൻസിൻ്റെ ഒക്കെ എന്താണ് വർക്ക് കൊണ്ട് ഇത് ആൻറ്റിയിലോട്ട് ഫോർവേഡ് ചെയ്യില്ല. ഓക്കെ, അതാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മൂമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ മൂമെൻറ്റ്സ് ഈ ഗ്രാവിറ്റേഷൻ ലൈൻ ഓഫ് ഗ്രാവിറ്റിക്ക് ഈക്വലായിട്ട് തന്നെ ഇൻറ്റേർണൽ മസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഇറക്റ്റ് സ്റ്റാൻഡിങ് പൊസിഷൻ നമുക്ക് പോസിബിളാണ്. അപ്പോൾ മസിൽ വീക്കാണ്, മസിൽസൊക്കെ വീക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാളും ലെസ്സാണ് മസിൽ ആക്ടിവിറ്റി ചെയ്യുന്നത് നമുക്ക് എക്സ്പീരിയൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എബിലിറ്റി ഉണ്ടാകും. ദെൻ ദി ഒപ്റ്റിമൽ പോസ്റ്റർ. ഈ പിക്ചർ എന്താണ് ഈ ഒപ്റ്റിമൽ പോസ്റ്റർ എന്ന് പറയുന്നത് ഈ ടോപ്പിക് ഞാൻ ഡിസ്കസിങ് അബൌട്ട് പാസിംഗ് ഓഫ് ദി ലൈൻ ഓഫ് ഗ്രാവിറ്റി ഈച്ച് ആൻഡ് എവറി ജോയിൻറ്റ്. ഓരോ ജോയിൻറ്റിൽ ഏതിലെ ത്രൂ ആണ് എങ്ങനെയാണ് ഏത് ലൈൻ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ in this topic optimal posture we are going to discussing about the passing of അല്ലെങ്കിൽ എന്താണ് the position of line of gravity in each and every joint. Okay, in optimal standing posture the line of gravity is close to but not through the most joint axis. എല്ലാത്തിലും നമ്മൾ ഒപ്റ്റിമൽ പൊസിഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണെങ്കിൽ ലൈൻ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒപ്റ്റിമൽ പൊസിഷനിൽ ലൈൻ ഓഫ് ഗ്രാവിറ്റി എന്താണ് നിയർ ടു ക്ലോസ് ആണ് ബട്ട് നോട്ട് ത്രൂ ദി മോസ്റ്റ് ജോയിൻറ്റ്. ഒരു മിക്കവാറും എല്ലാ ജോയിൻസിലും എന്താണ് ക്ലോസ് ആണ് ബട്ട് എന്താണ് ഒരിക്കലും ജോയിൻറ്റ് ആക്സിസിൽ കൂടിയല്ല ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുന്നത്. ഓക്കെ, therefore external gravitational moment are relatively small. The external gravitational moments are relatively small and balanced internal moments is generated by passive capsular and ligamentous tension, passive muscle tension and a small but continuous amount of muscle activity. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോയിൻ്റ് ആക്സിസിനേക്കാളും നിയർ ആണെങ്കിൽ നമുക്ക് എന്താണ് മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. ഓക്കെ, ജോയിൻ്റ് ആക്സിസിന് ടു ഫാർ അവേ ആണ് ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു എന്താണ്
എക്സ്റ്റേണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ എന്താണ് മൂവ്മെൻറ്റുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ മൂവ്മെൻറ്റ് കുറവാണ്, ബിക്കോസ് എന്താണ് ദ ലൈൻ ഓഫ് ഗ്രാവിറ്റി ടു ക്ലോസ് ടു ദി ജോയിൻ്റ് ആക്സിസ്. അപ്പോൾ അതിനെ കോൺട്രാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് ക്യാപ്സുലർ ലിഗമെൻ്റ് ടെൻഷൻ, മസിൽ ആക്ടിവിറ്റി, മസിൽ ടെൻഷൻ ആൻഡ് എന്താണ് മസിൽ ടെൻഷൻ ആൻഡ് ദ സ്മോൾ കണ്ടിന്യൂസ് എമൗണ്ട് ഓഫ് മസിൽ ആക്ടിവിറ്റി. ഇത്രയും മസിൽ ആക്ടിവിറ്റി ഒക്കെയാണ് ഇതിനെ ഒപ്റ്റിമൽ പോസ്ചറിനെ മെയിൻറ്റെയിൻ ചെയ്തത്. ഓക്കെ, അനലൈസിസ് ഓഫ് സ്റ്റാൻഡിങ് പോസ്ചർ വ്യൂഡ് ഇൻ ദി ലാറ്ററൽ സൈഡ് ഫ്രം ദി സൈഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് നെക്സ്റ്റ് നോക്കുന്നത് ഒപ്റ്റിമൽ പോസ്ചർ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാറ്ററൽ സൈഡ്, ഒരേ പേഴ്സൺ നിൽക്കുന്നതാണെങ്കിൽ അയാളെ സൈഡിൽ നിന്നുള്ള വ്യൂ എടുക്കുമ്പോൾ ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റീൻ്റെ പാസിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പോസ്ചർ അനലൈസിങ് ടെക്നിക്കൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കും. പോസ്ചർ അനലൈസിൻ്റെ കെൻഡാളിൻ്റെ എന്താണ് പ്ലം ലൈൻ മെത്തേഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒബ്സർവേഷൻ അനലൈസിങ് പോസ്ചർ ഇൻവോൾവ് ലൊക്കേറ്റിംഗ് ദി ബോഡി സെഗ്മെൻറ്റ് ഇൻ ദ റിലേഷൻ ഓഫ് ടു ദി ലോജി വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ പ്ലം ലൈൻ. പ്ലം ലൈൻ മീൻസ് തൂക്കുകെട്ട. നിങ്ങൾ കണ്ടില്ലേ ഈ വീടൊക്കെ എടുക്കുന്ന സമയത്ത് തൂക്കുകെട്ട മീൻസ് മേലെ അടിയിൽ വെയിറ്റ് മേലെ റോപ്പായിട്ട്, അപ്പോൾ ആ ഒരു അലൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടി ആ പ്ലം ലൈൻ. അപ്പോൾ ആ ഒരു അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റീൻ്റെ പൊസിഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലാറ്ററൽ വ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. ദ അലൈൻമെൻറ്റ് ആൻഡ് അലൈൻസസ് ഓഫ് ലാറ്ററൽ വ്യൂ ഇൻ ആംഗിൾ ജോയിൻറ്റ്. ഫസ്റ്റ് നമ്മൾ ആംഗിൾ ജോയിൻറ്റിൽ നോക്കാം. ആംഗിൾ ജോയിൻറ്റിൽ എടുക്കുന്നതാണെങ്കിൽ ആംഗിൾ ജോയിൻറ്റിൽ നോക്കാം. ഓക്കെ, ഇൻ ഓപ്റ്റിമൽ എറക്റ്റ് posture the angle joint is in the neutral position or midway between dorsiflexion and plantar flexion. നമ്മളിപ്പോൾ ഓപ്റ്റിമൽ എറക്റ്റ് പൊസിഷനിൽ എടുക്കുന്നതാണെങ്കിൽ ആംഗിൾ ജോയിൻ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കാം, അല്ലെങ്കിൽ മിഡ് വേ ബിറ്റ്വീൻ ദി ഡോർസിഫ്ലെക്ഷൻ ആൻഡ് പ്ലാന്റർ ഫ്ലെക്ഷൻ. ഇത് LOG പാസസ് സ്ലൈറ്റ്. അപ്പോൾ സി ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ദ പാസിംഗ് ഓഫ് വിച്ച് വൺ LOG. ഓക്കെ, the LOG passes in the angle joint slight anterior to the lateral malleolus and therefore anterior to the angle joint axis. അതായത് ലാറ്ററൽ മാല്യുലിൻ്റെ ജസ്റ്റ് ആൻറ്റീരിയർ ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ആംഗിൾ ജോയിൻറ്റിൻ്റെ ആൻറ്റീരിയർ ആംഗിൾ ജോയിൻ്റ് ആക്സിസിൻ്റെ ആൻറ്റീരിയർ ടു ദി ആണ് ഏത് പോകുന്നത്, ലൈൻ ഓഫ് ഗ്രാവിറ്റി ഇൻ്റെ ആംഗിൾ ജോയിൻറ്റിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആൻറ്റീരിയറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. The LOG passes slightly anterior to the lateral malleolus and therefore anterior to the angle joint axis. The anterior position of the line of gravity in relation to angle joint axis create a external dorsiflexion movement. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഔട്ട് ഓഫ് ദി ജോയിൻ്റ് ആക്സിസിന് ഔട്ട് പോകുന്നതാണെങ്കിൽ ഇവിടെ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് നമുക്ക് ആൻറ്റീരിയറിലോട്ടാണ് പോകുന്നത് അല്ലേ, ആൻറ്റീരിയറിലോട്ടാണ് ആംഗിൾ ജോയിൻറ്റിൻ്റെ ആൻറ്റീരിയറിലോട്ടാണ് ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി പോകുന്നത്. സി ഇൻ ദിസ് പിക്ചർ എന്താണ് ആരോ പോകുന്നത്, എന്താണ് ആംഗിൾ ജോയിൻറ്റിൻ്റെ ആൻറ്റീരിയറിലോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ദർ വിൽ ബി എന്താണ് എക്സ്റ്റേണൽ ഡോർസിഫ്ലെക്ഷൻ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അവിടെ എന്താണ് ഇത് ആൻറ്റീരിയറിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഡോർസിഫ്ലെക്ഷൻ മൂവ്മെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ, ഡോർസിഫ്ലെക്ഷൻ മൂവ്മെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. ആ സമയത്ത് എന്താണ് ഇത് സോളിയസ് മൂവ് മസിൽസ് contract and exert a posterior pull of the tibia and this way able to oppose the dorsiflexion movement. അപ്പോൾ ഇത് LOG ആൻറ്റീരിയറിലോട്ട് പോകുമ്പോൾ എന്താണ് മേലത്തെ ദിസേറോ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാം, ആൻറ്റീരിയറിലോട്ട് പോകും. ഓക്കെ, ടിബിയ ആൻറ്റീരിയറിലോട്ട് പോകും. അപ്പോൾ ആൻറ്റീരിയറിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജോയിൻ്റ് ആക്സിസിൻ്റെ ഏത് സൈഡിലാണ് പോകുന്നത്, അപ്പോൾ പ്രോക്സിമൽ സെഗ്മെൻറ്റ് ആ സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആൻറ്റീരിയറിലോട്ട് പോകുന്ന സമയത്ത് ടിബിയ ആൻറ്റീരിയറിലോട്ട് മൂവ് ചെയ്യും. സോ ദാറ്റ് എന്താണ് അവിടെ ഒരു ഡോർസിഫ്ലെക്ഷൻ മൂവ്മെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ് ഈ സോളിയസ് നമ്മൾ ഇൻറ്റേർണൽ, അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു എക്സ്റ്റേണൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്താണ് ഈ സോളിയസ് മസിൽസും പിന്നെ എന്താണ് ലിഗമെൻസും ക്യാപ്സൂൾസും ഒക്കെ വർക്ക് ചെയ്തിട്ട് എന്താണ് ഈ ടിബിയനെ പോസ്റ്റീരിയറിലോട്ട് കൊണ്ടുവരും. ദിസ് പോസ്റ്റീരിയറിലെ എയറോ നിങ്ങൾക്ക് കാണാം, സോളിയസ് മസിൽ. ഓക്കെ, ദ സോളിയസ് മസിൽ ടേക്ക് ബാക്ക് ദ ടിബിയ ഇൻ ദ പോസ്റ്റീരിയർ സൈഡ്. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനെ നോർമൽ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ടിബിയ ഫ്രണ്ടിലോട്ട് പോകാത്തതും നമ്മൾ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതും. ഓക്കെ, ദ കൗണ്ടർ ഓക്കെ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഓക്കെ,
അപ്പോൾ സോളിയസ് മസിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക LOG പാസ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. ആ പാസ് ചെയ്യുന്ന ആൻറ്റീരിയറിലാണ് LOG പാസ് ചെയ്യുന്നത്. സോ ദാറ്റ് എന്താണ് ആൻറ്റീരിയറിൽ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡോർസൽ ഫ്ലെക്ഷൻ മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോളിയസ് മസിൽ എന്താണ് ആക്ടിവേറ്റ് ചെയ്തിട്ട് ആൻറ്റീരിയറിലോട്ട് മൂവ് ചെയ്ത ടിബിയനെ ജസ്റ്റ് എന്താണ് taking back to normal position and maintaining the normal posture. Okay, then the second one, knee joint. അപ്പോൾ knee jointൽ എങ്ങനെയാണ് ഇതിൻ്റെ LOGൻ്റെ പാസേജ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിരിക്കുന്നു LOG പാസ് ചെയ്യുന്നത്. അപ്പോൾ knee jointൽ എടുക്കുന്നതാണെങ്കിൽ ഇൻ ഒപ്റ്റിമൽ പൊസിഷൻ ദ knee joint ഈസ് ഫുൾ എക്സ്റ്റെൻഡഡ് പൊസിഷൻ. knee joint എന്താണ് ഫുൾ എക്സ്റ്റെൻഡഡ് പൊസിഷൻ. നമ്മൾ നിൽക്കുന്ന സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പൊസിഷൻ നോക്കുമ്പോൾ എന്താണ് നീ എക്സ്റ്റെൻഡഡ് പൊസിഷനിൽ ഉണ്ടാവുക. ആൻഡ് ഇത് LOG passes anterior to the midline of the knee and just posterior to the patella. അപ്പോൾ നമ്മൾ നോക്കുക, അപ്പോൾ LOG പാസ് ചെയ്യുന്നത് anterior to the midline of the knee joint, just anterior to the midline of, അതായത് നമ്മൾ knee jointൻ്റെ മിഡ് ആൻറ്റീരിയറിലോട്ടാണ് പോകുന്നത്. ബട്ട് എന്താണ് ജസ്റ്റ് പോസ്റ്റീരിയർ ടു ദി പെറ്റലിൻ്റെ തൊട്ട് പിന്നിലായിട്ടും ഈ knee jointൻ്റെ ഫ്രണ്ടിലുമായിട്ടാണ് ഇത് പാസ് ചെയ്യുന്നത്, LOG ലൈൻ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുന്നത്. ഓക്കെ, ദ ആൻറ്റീരിയർ ലൊക്കേഷൻ ഓഫ് ദി ഗ്രാവിറ്റേഷണൽ ലൈൻ റിലേഷൻ ടു ദ knee joint ക്രിയേറ്റ് എക്സ്റ്റേണൽ എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ knee jointൽ എടുക്കുന്നതാണെങ്കിൽ എന്തായി, ഓക്കെ knee jointൽ എടുക്കുക. അപ്പോൾ knee jointൽ എടുക്കുമ്പോൾ knee jointൻ്റെ ആൻറ്റീരിയറിലോട്ടാണ് LOG പാസ് ചെയ്യുന്നത്. സോ ദാറ്റ് പ്രോക്സിമൽ സെഗ്മെൻറ്റ്, അതായത് ഫീമർ എങ്ങോട്ടേക്ക് പോകും, ആൻറ്റീരിയറിലോട്ട് പോകും. ആൻറ്റീരിയറിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ഹൈപ്പർ എക്സ്റ്റൻഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ഹൈപ്പർ എക്സ്റ്റൻഷനാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ കൗണ്ടർ ബാലൻസിങ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, കൗണ്ടർ ബാലൻസിങ് ഓഫ് ഇൻറ്റേർണൽ ഫ്ലെക്ഷൻ മൂവ്മെൻറ്റ് ക്രിയേറ്റീവ് ബൈ പാസീവ് ടെൻഷൻ ദ പോസ്റ്റീരിയർ ജോയിൻറ്റ് ക്യാപ്സ്യൂൾ ആൻഡ് അസോസിയേറ്റഡ് ലിഗമെൻറ്റ്സ്. അവിടെ എന്താണ് ഒരുപാട് മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പോസ്റ്റീരിയർ ജോയിൻറ്റ് ക്യാപ്സ്യൂളും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഫീമറിനെ ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അല്ലെങ്കിൽ എന്താണ് ഹൈപ്പറായിട്ട് ആൻറ്റീരിയറിലോട്ട് പോകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ഓപ്റ്റിമൽ പോസ്ചർ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആങ്കിൾ ജോയിൻറ്റിൽ നോക്കി, knee ജോയിൻറ്റിൽ നോക്കി. then the hip and pelvis. hip and pelvisലാണെങ്കിൽ the hip is neutral in position and pelvis is in level with no anterior posterior tilt. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ നോക്കുക, നമ്മൾ സഡനായിട്ട് നോക്കുന്ന സമയത്ത് എന്താണ് ഈ സൈഡ് ലൈനിൽ നോക്കുന്ന സമയത്ത് എന്താണ് ഈ പോസ്റ്റീരിയർ പെൽവിസും ഈ ഫീമറൊക്കെ തന്നെ ന്യൂട്രൽ പൊസിഷനിൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, പൊസിഷൻ നോക്കുന്നതാണെങ്കിൽ ന്യൂട്രൽ പൊസിഷൻ, ഈ റൗണ്ടഡ് മാർക്ക് നിങ്ങൾ നോക്കാം. ഹെഡ് ഫീമർ എന്താണ് ലാറ്ററൽ ഗ്രേറ്റ് ട്രോഗാൻഡർ ഉണ്ട്. പിന്നെ എന്താണ് ഫീമർ പെൽവിസിൻ്റെ ഒക്കെ ബോണല്ല ഹിപ്പ് ജോയിൻ്റ് ആണിത്. അപ്പോൾ അതിൻ്റെ അത് എന്താണ് ഹിപ്പ് ജോയിൻറ്റും പെൽവിസും ഇൻ ന്യൂട്രൽ പൊസിഷനാണ് സഡൻ നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, ഇന്ന ലെവൽ പെൽവിസ് പൊസിഷൻ. ഓക്കെ, നമ്മൾക്കിപ്പോൾ ഒരു ലൈൻ ഡ്രോ ചെയ്യാം. ഓക്കെ, ലൈൻസ് കണക്റ്റിംഗ് ദ സിംഫൈസിസ് പിവിസ് ആൻഡ് ദി ആൻറ്റീരിയർ സുപ്പീരിയർ ഇലെക്സ് സ്പൈൻ വേർട്ടിക്കൽ. ഓക്കെ, ഒരു വേർട്ടിക്കലി എന്താണ് ആൻറ്റീരിയർ സുപ്പീരിയർ ഇലെക്സ് സ്പൈനും ദെൻ പ്യൂബിക് സിംഫൈസിസും കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ വരക്കുക. ഓക്കെ, ദെൻ ലൈൻ കണക്റ്റിംഗ് ആൻറ്റീരിയർ സുപ്പീരിയർ ഇലെക്സ് സ്പൈനും ദെൻ പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലെക്സ് സ്പൈനും നമ്മൾ ഹൊറിസോണ്ടലി ഒരു ലൈൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ആ ലൈൻ എടുക്കുന്ന സമയത്ത് എന്താണ് ഇൻ ദിസ് ഒപ്റ്റിമൽ പൊസിഷൻ ദ ലൈൻ ഓഫ് ഗ്രാവിറ്റി പാസസ് സ്ലൈറ്റ്ലി പോസ്റ്റീരിയർ ടു ദി ആക്സിസ് ഓഫ് ദി ഹിപ്പ് ജോയിൻറ്റ് ത്രൂ ദി ഗ്രേറ്റർ ട്രോഗാൻഡർ. അപ്പോൾ നമ്മളിങ്ങനെ ലൈനൊക്കെ എടുത്തിട്ട് മെഷർ ചെയ്ത് നോക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ലൈൻ ഓഫ് പാസസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈൻ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി പോസ്റ്റീരിയർ ടു ദി ഹിപ്പ് ജോയിൻറ്റ് ത്രൂ ദി ഗ്രേറ്റർ ട്രോഗാൻഡറിൻ്റെ കൂടെയാണ് ഇതിൻ്റെ പാസ് ചെയ്യുന്നത്. ഹിപ്പ് ജോയിൻറ്റ് സ്ലൈറ്റ്ലി പോസ്റ്റീരിയർ. ഓക്കെ, the posterior location of the gravitational pull line in relation to hip joint axis create a external extension movement in the hip joint. ഓക്കെ, എന്താണ് അപ്പോൾ നമുക്ക് എന്താണ് ഹിപ്പ് ജോയിൻറ്റ് പോസ്റ്റീരിയറിലോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ, അതായത് പോസ്റ്റീരിയറിലോട്ട് ഹിപ്പ് ജോയിൻറ്റിൻ്റെ പോസ്റ്റീരിയർ സൈഡിലോട്ടാണ് ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി മൂവ് ചെയ്യുന്നത് പാസ് ചെയ്യുന്നത്. സോ ദാറ്റ് എന്താണ് അവിടെ ഒരു ഹിപ്പ് ജോയിൻറ്റിൽ ഒരു എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ എക്സ്റ്റൻഷൻ തന്നെ എന്താണ് പെൽവിസിനെ ഒരു പോസ്റ്റീരിയർ റൊട്ടേഷനും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് എക്സ്റ്റൻഷൻ വിൽ ക്രിയേറ്റ് എ പോസ്റ്റീരിയർ റൊട്ടേഷൻ, പെൽവിക് റൊട്ടേഷൻ. ഓക്കെ, ദ എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് that tend to rotate the pelvis posteriorly, പെൽവിസിൻ്റെ പോസ്റ്റീരിയർ റൊട്ടേഷൻ
അല്ലെങ്കിൽ ഒരു പോസ്റ്റീരിയർ ടിൽറ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ പെൽവിസിലൊരു പോസ്റ്റീരിയർ റൊട്ടേഷനും പോസ്റ്റീരിയർ ടിൽറ്റും ഹിപ്പ് ജോയിൻറ്റിൽ എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ആക്ടിവിറ്റി ഓഫ് ഇലിയോസോയാസ് മസിൽ ഡ്യൂറിങ് ദി സ്റ്റാൻഡിങ് ആൻഡ് possible that iliopsoas acting to create a internal flexion movement hip and prevent a hyperextension. അതായത് ഇലിയോസോയാസ് എന്താണ്, ഫ്ലെക്സേഴ്സ് ആണ്. ഓൾറെഡി ഇലിയോസോയാസ് അവിടെ വർക്ക് ചെയ്യും. ഇലിയോസോയാസ് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിനെ എന്താണ് എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് ഫ്ലെക്ഷനിലേക്കും കൊണ്ടുവരും. ഓക്കെ, ഇതാണ് ഹിപ്പ് ജോയിൻറ്റിന്. അപ്പോൾ വി ഡിസ്കസ്ഡ് ചെയ്യുന്ന എന്താണ് ദ ലൈൻ ഓഫ് ഗ്രാവിറ്റി വിച്ച് പാസിങ് ത്രൂ ദി ആങ്കിൾ ജോയിൻറ്റ്, knee joint and hip joint. Okay, I think everybody got it. Okay, ഇപ്പോൾ ഇത് ലാറ്ററൽ വ്യൂ ആണ്. ലാറ്ററൽ വ്യൂ ഒരു പേഴ്സൺ നിൽക്കുന്ന സമയത്ത് സൈഡിൽ നിന്നുള്ള വ്യൂ വെച്ചിട്ട് നമ്മൾ പ്ലം ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ലൈൻ ഓഫ് ഗ്രാവിറ്റീൻ്റെ പാസിങ്. അപ്പോൾ ഇത് നമ്മൾ തറവായിരിക്കണം എങ്ങനെയാണ് ലൈൻ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുന്നതെന്നും അവിടെ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് തറവായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും വായിക്കുക, ടെക്സ്റ്റ് നോക്കുക, ഇത് വായിച്ച് നോക്കുക. ഇപ്പോൾ നോട്ട്സ് എഴുതാൻ വേണ്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും കൂടി എഴുതിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് എക്സാമിൻ്റെ സമയത്ത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഇഫ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ. താങ്ക് യു.